പുഷ്പങ്ങളും സസ്യജാലകങ്ങളും നിറഞ്ഞുനിന്ന വർണ്ണവിസ്മയത്തിനാണ് കുറവലങ്ങാട് ദേവമാതാ കോളേജ് ചൊവ്വാഴ്ച സാക്ഷ്യം വഹിച്ചത്. കോളേജിലെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലാണ് പുഷ്പ സസ്യഫല പ്രദർശനം ദേവമാതാ കോളേജിൽ ക്രമീകരിച്ചത്. പരിസ്ഥിതി ബോധവൽക്കരണം ലക്ഷ്യമിട്ടുകൊണ്ട് നടപ്പാക്കിയ പുഷ്പ സസ്യഫല പ്രദർശനം അക്ഷരാർത്ഥത്തിൽ കാഴ്ചക്കാർക്ക് വലിയ അറിവ് തന്നെയാണ് സമ്മാനിച്ചത്. ജൈവ വൈവിധ്യ സംരക്ഷണം വിഷയമാക്കിയായിരുന്നു ഇത്തവണത്തെ പുഷ്പസസ്യഫല പ്രദർശനം. സാധാരണ കാഴ്ചപ്പുറത്തെത്തുന്ന പുഷ്പങ്ങളെയും ഫലങ്ങളെയും പരിചയപ്പെടുത്തുന്നതിന് അപ്പുറം വലിയ വൈജ്ഞാനിക മേഖല തന്നെ പ്രദർശനത്തിലൂടെ തുറന്നു നൽകുവാൻ ബോട്ടണി ഡിപ്പാർട്ട്മെന്റിനും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കഴിഞ്ഞു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. 140-ൽ പരം പ്രദർശന വസ്തുക്കളായിരുന്നു മേളയിൽ പ്രധാനമായും ഒരുക്കിയിരുന്നത്. കോളേജ് വിദ്യാർത്ഥികൾക്ക് ഒപ്പം തന്നെ സമീപത്തെ സ്കൂളുകളിലും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കും മേളയിൽ പ്രവേശനം നൽകി എന്നത് അറിവിന്റെ വലിയൊരു ജാലകം എല്ലാവർക്കുമായി തുറന്നു കൊടുക്കുവാൻ സംഘാടകർക്ക് കഴിഞ്ഞു എന്ന വലിയ നേട്ടവുമുണ്ടായി. പൊതുജനങ്ങളും പ്രദർശനത്തിൽ സാക്ഷികളാകാൻ എത്തിച്ചേർന്നിരിക്കുന്നു. ഒട്ടേറെ പേരാണ് മേളയുടെ പ്രയോജനം ലഭ്യമാക്കിയത്. ദേവമാതാ കോളേജിനും സസ്യശാസ്ത്ര വിഭാഗത്തിനും സാമൂഹിക പ്രതിബദ്ധത വിളിച്ചോതുന്നതിനും ഈ പ്രദർശനത്തിലൂടെ കഴിഞ്ഞു എന്നതാണ് ഏറെ ശ്രദ്ധേയം. സാധാരണമായി കാണപ്പെടുന്ന സസ്യജാലകങ്ങൾക്കും പുഷ്പങ്ങൾക്കും അപ്പുറം ആപ്രിക്കോട്ട്, വാൽനട്ട്, വെൽവെറ്റ് ആപ്പിൾ മുതലായ ഫലങ്ങൾ കാഴ്ചക്കാരിൽ കൗതുകം ജനിപ്പിക്കുന്ന കാഴ്ചയാണ് സമ്മാനിച്ചത്. പച്ചക്കറികൾ ഉപയോഗിച്ച് നിർമ്മിച്ച കൗതുക വസ്തുക്കളും ഏറെ നയനമനോഹരമായിരുന്നു. പുഷ്പാലങ്കാരങ്ങളും ഏറെ മികവുറ്റതായി ക്രമീകരിക്കുവാൻ സംഘാടകർക്ക് കഴിഞ്ഞു. സസ്യശാസ്ത്ര വിഭാഗത്തിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കൂട്ടായ പരിശ്രമമാണ് ഇത്തരത്തിലുള്ള വലിയ വിജയത്തിലേക്ക് കോളേജിനെ വഴിതെളിച്ചത്. അധ്യാപകൻ ജോർജ് മാത്യു മുരിക്കന്റെ നേതൃത്വം സംഘാടകർക്ക് ഏറെ മുതൽക്കൂട്ടായതായി വിലയിരുത്തപ്പെടുന്നു. ദേശീയ പരിസ്ഥിതി ബോധവൽക്കരണ പരിപാടിയുടെ ആഭിമുഖ്യത്തിൽ ദേവമാതാ കോളേജ് ബോട്ടണി ഡിപ്പാർട്ട്മെന്റ് എല്ലാ വർഷവും നടത്തപ്പെടുന്ന പുഷ്പഫല പ്രദർശനം ഈ വർഷവും നടത്തപ്പെടുകയുണ്ടായി. പ്രസ്തുത പ്രദർശനത്തിലേക്ക് സമീപ പ്രദേശത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് നിരവധി വിദ്യാർത്ഥികൾ എത്തുകയും അവർക്കെല്ലാം ഈ പ്രദർശനം വളരെ ഫലപ്രദമാവുകയും ചെയ്തു. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നാഷണൽ എൻവയോൺമെൻറ്റ് അവയർനെസ് ക്യാമ്പയിൻ എന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായി ജനങ്ങളിലേക്ക് തനതായ പഴങ്ങളുടെയും പുഷ്പങ്ങളുടെയും ഒരു ശ്രേണി ഇവിടെ നിരത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും അത് കാണുന്നതിനും പരിചയപ്പെടുന്നതിനും വേണ്ടി മന്ത്രാലയത്തിൻ്റെ സഹകരണത്തോടുകൂടി ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ടോടുകൂടി ഞങ്ങൾ നടത്തിയിരിക്കുന്ന ഈ പ്രദർശനത്തിൽ ഏകദേശം കേരളത്തിൽ ഇന്നിവിടെ അവൈലബിൾ ആയിട്ടുള്ള 145ഓളം വിവിധ തരത്തിലുള്ള ഫലവർഗ്ഗങ്ങൾ ഞങ്ങളിവിടെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ സർഗ്ഗവാസനയെ പരിപോഷിപ്പിക്കാൻ വേണ്ടി വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും കാർവിങ്ങും ഫ്ലവർ അറേഞ്ച്മെൻറ്റും ഇക്കൊടുത്ത് ഞങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. കുട്ടികളിൽ നിന്ന് നല്ലൊരു പാർട്ടിസിപ്പേഷനാണ് ഇത് കാണുന്നത്. എല്ലാവരും വളരെ സന്തോഷപൂർവ്വം ഇത് പോകുന്ന എല്ലാവർക്കും പലതരത്തിലുള്ള ഫ്രൂട്ട്സ് കാണുന്നതിനും അത് രുചിക്കുന്നതിനും സാമ്പിളൊക്കെ കൊടുത്ത് ഞങ്ങൾ വിടുന്നുണ്ട്. അതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്.